ഗുഡ് ഈവനിങ് എവരി വൺ. ഞാനിന്ന് എടുക്കാൻ പോകുന്നത് ലോക്കോമോട്ടർ ഡിസബിലിറ്റിയെക്കുറിച്ചാണ്. അപ്പോൾ നമ്മളിന്ന് നോക്കുന്നത് അതിൻ്റെ മെയിൻ കാരണങ്ങൾ, അതുമൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ അതിൻ്റെ വ്യത്യസ്ത തരത്തിലുള്ള ക്യാരക്ടറിസ്റ്റിക്സും അതിൻ്റെ ട്രീറ്റ്മെൻറ്റുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ലോക്കോമോട്ടർ ഡിസബിലിറ്റിയുടെ ഡെഫിനിഷൻ നോക്കുവാണ്. അതായത് അതെന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഭാഗത്തു നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് നീങ്ങാനുള്ള ആ ഒരു ബുദ്ധിമുട്ടിന്, അല്ലെങ്കിൽ ഒരു വസ്തുവിനെ എടുത്ത് മാറ്റുന്നതിനുള്ളൊരു ബുദ്ധിമുട്ടിനാണ് നമ്മൾ ലോക്കോമോട്ടർ ഡിസബിലിറ്റി എന്ന് പറയുന്നത്. അതിൻ്റെ മെയിൻ കാരണങ്ങളെന്ന് പറയുന്നത് ഇവയൊക്കെയാണ്. ഇറ്റ് ഈസ് മെയിൻലി ഡ്യൂ ടു കൺജനിറ്റൽ കണ്ടീഷൻസ്, ഓൾസോ എക്യൂർഡ് കണ്ടീഷൻസ്, ന്യൂറോളജിക്കൽ കണ്ടീഷൻസ്, മസ്കുലർ സ്കെൽറ്റൽ കണ്ടീഷൻസ്. ജനന സമയത്ത് ആവശ്യത്തിന് ഉള്ള ഓക്സിജൻ കിട്ടാതെ വരുമ്പോൾ നമുക്ക് ഈ ഒരു പ്രശ്നം ഉണ്ടാകും. അതുപോലെ തന്നെ പ്രഗ്നൻസി സമയത്ത് ഒരു വുമണിലുണ്ടാകുന്ന ഇൻഫെക്ഷൻസ് ഈ ഒരു ഡിസേബിലിറ്റിക്ക് കാരണമാകുന്നുണ്ട്. അതർ റീസൺസ് എന്ന് പറയുന്നത് ജനറ്റിക് ഫാക്ടേഴ്സ് വരാം, അതുപോലെ തന്നെ ട്രോമാറ്റിക് ബ്രെയിൻ ഇഞ്ചറി വരാം, അതുപോലെ തന്നെ മെറ്റേണൽ ഹെൽത്ത് എല്ലാം ഇതിനൊരു കാരണമാകുന്നുണ്ട്. ഇനി ഇതുമൂലം ഉണ്ടാകുന്ന മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം, നമ്മളുടെ മൊബിലിറ്റി, നീങ്ങാനുള്ള ആ ഒരു നമ്മളുടെ അവസ്ഥയെ അത് കുറയ്ക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് അനുദിന ജീവിതത്തിൽ ആവശ്യമായ പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ ഇതുമൂലം ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. സമൂഹത്തിനും വളരെയധികം നമ്മൾ ഇതുമൂലം ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഡിലേ ദ motor milestones, also it difficulty with the fine motor skills, and it has a difficulties of muscle spasticity and poor coordination, also difficulty with the daily life activities. Now while going to the main types of locomotor disability, it are main is muscular dystrophy, cerebral palsy, multiple sclerosis, spinal cord injury, also arthritis and Parkinson's. പിന്നെ ഈ ഒരു ലോക്കോമോട്ടർ ഡിസബിലിറ്റി നമുക്ക് എങ്ങനെയാണ് വേണ്ട വിധത്തിൽ ചികിത്സിക്കാമെന്ന് പറ്റും നമുക്ക് നോക്കാം. മെയിനായിട്ട് പറയുന്നത് ഫിസിക്കൽ തെറാപ്പിയാണ്. അതുപോലെ തന്നെ അസിസ്റ്റീവ് ഡിവൈസസ് യൂസ് ചെയ്യാം, സച്ച് ആസ് ബ്രേസസ്, വോക്കേഴ്സ്, വീൽ ചെയേഴ്സ്, ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ആവശ്യത്തിനനുസരിച്ചുമായ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് നമുക്ക് കൊടുക്കാം. അതുപോലെ തന്നെ സീരിയസ് ആയിട്ടുള്ള കേസസിൽ നമുക്ക് എന്താണ് സർജറിയും പോസിബിളാണ്. പിന്നെ ഒരു പുതിയൊരു ട്രീറ്റ്മെൻറ്റാണ് സ്റ്റെം സെൽ തെറാപ്പി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ തിരിച്ചറിയണം, ഒരിക്കലും ഡിസേബിൾഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിനെ മാറ്റി നിർത്തേണ്ടവരല്ല ഓരോ അധ്യാപകരും. സോ ഇറ്റ് ഈസ് അവർ ഡ്യൂട്ടി to take care of them. So we should try to promote the inclusive education by including all the students into our regular classroom. So that's all. Thank you.